ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ജപ്പാനിലെ സാൻഡായ് റീജിയണിലെ ഒരു ശവകുടീരം സന്ദർശിക്കാനാണ് പോകുന്നത്. സുയ്ഹോദൻ എന്നാണ് ഈ ശവകുടീരത്തിൻ്റെ പേര്. ഒരു ശവകുടീരം സന്ദർശിക്കാൻ എന്തിനാണ് രാത്രി തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 4:30 വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ജപ്പാനിൽ 4:30 ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും. ജപ്പാനിൽ സാധാരണയായി ഷിൻഡോ ക്ഷേത്രങ്ങളുടെയും ബുദ്ധക്ഷേത്രങ്ങളുടെയും ക്ഷേത്രത്തിന് പ്രവേശിക്കുന്നതിന് മുൻപായി കാണപ്പെടുന്ന ഒരു നിർമ്മിതിയാണിത്. ഇതിലെ വെള്ളം ഉപയോഗിച്ച് നമ്മളെ സ്വയം ശുചീകരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ എന്നതാണ് വിശ്വാസം. തെമിസുയ എന്നാണ് ഇതിൻ്റെ പേര്. എന്തുകൊണ്ടാണ് ഇതൊരു ശവകുടീരത്തിന് മുന്നിൽ എന്ന് ചോദിച്ചാൽ എനിക്കും കൃത്യമായ ഉത്തരമില്ല. നെഹാൻമോൻ അല്ലെങ്കിൽ നിർവാണ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗേറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിർവാണ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യൻ തൻ്റെ ഭൗതിക ലോകത്തിൽ നിന്നും മരണത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നും രക്ഷ നേടി ഒരു ആത്മീയ ലോകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഈ നിർവാണ ഗേറ്റ് കടന്നു വേണം നമുക്ക് സുയ്ഹോദനിലേക്ക് പ്രവേശിക്കാൻ. യഥാർത്ഥ നിർവാണ ഗേറ്റ് തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് പുനർനിർമ്മിക്കപ്പെട്ട നിർവാണ ഗേറ്റ് കടന്നാണ് നമ്മളിപ്പോൾ ഉള്ളിലേക്ക് വന്നത്. ഇനി ഈ ശവകുടീരം ആരുടേതാണെന്ന് പറയാം. ഒരു കാലത്ത് ജപ്പാനിലെ മിയാഗി പ്രിഫെക്ചർ ഭരിച്ചിരുന്ന ഒറ്റക്കണ്ണുള്ള ഡ്രാഗൺ എന്നറിയപ്പെട്ടിരുന്ന ഫ്യൂഡൽ ലോർഡായ ദാത്തെ മസാമുനെയുടേതാണ് ഈ ഒരു ശവകുടീരം. ജപ്പാനിലെ ഇന്നത്തെ സാൻഡായ് എന്ന പ്രദേശം നിർമ്മിച്ചത് അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. 1636 തൻ്റെ 70-ാം വയസ്സിലാണ് ഇങ്ങനെയൊരു ശവകുടീരം പണിയുന്നതിന് വേണ്ടി ദാത്തെ മസാമുനെ ഉത്തരവിട്ടത്. തൊട്ടടുത്ത വർഷം തന്നെ സുയ്ഹോദൻ നിർമ്മിക്കപ്പെട്ടു. 1931 ഇതിനെ ഒരു നാഷണൽ ട്രഷറായി ലിസ്റ്റ് ചെയ്തെങ്കിലും 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇത് പൂർണ്ണമായും തകർക്കപ്പെട്ടു. തുടർന്ന് 1979 ഇത് വീണ്ടും പുനർനിർമ്മിച്ചത്. 2001 കൂടുതൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അതിനെ ഇന്നത്തെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മനോഹരമായ നിർമ്മിതിയാണ് ദാത്തെ മസാമുനെയുടെ ശവകുടീരമായ സുയ്ഹോദൻ. സുയ്ഹോദനിൽ നിന്നും കുറച്ചു മാറി കാൻസെൻദൻ, സെന്നോദൻ, മ്യോനു കൈബിയോ എന്നീ പേരുകളിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും അടക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടേക്കൊന്നും പ്രവേശിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം ഇന്ന് ജപ്പാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കരടികൾ. ഈ ഏരിയയിൽ കരടികൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടേക്കുള്ള പ്രവേശനം അവർ നിർത്തലാക്കിയിട്ടുണ്ട്.